എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണൊക്കെയല്ലേ വരുന്നേ, അപ്പൊ നമുക്കൊരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് ആയാലോ? ഇത് ഇൻവിസിബിൾ സിബ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മെയിൻ ഫാബ്രിക് ആയിട്ട് നെറ്റിന്റെ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. 1.5 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. വിത്ത് ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഫുൾ സ്ലീവ് അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1 മീറ്റർ ഒക്കെ മതിയാവും കേട്ടോ. അതിലേക്ക് 1 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യാന്നൊരു പാറ്റേൺ വരയ്ക്കാം. എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഇതേപോലെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു 18 ഇഞ്ച് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 19 ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. പാറ്റേൺ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ലൈനിങ് വെച്ച് തന്നെ ചെയ്യാം. കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പാറ്റേൺ വരച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഷീറ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ്. നോർമൽ ഷോൾഡറിൽ നിന്ന് ഞാൻ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ കുറയ്ക്കുന്നുണ്ട്. കാരണം ലെങ്ത് ഓവർ കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1/2 ഇഞ്ച് കുറച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 6.5 ഇഞ്ചാണ്. ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് എത്രയാണോ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. ആം ഹോൾ ലെങ്ത്തിൽ നമ്മൾ വേരിയേഷൻ ഒന്നും വരുത്തുന്നില്ല. അത് കറക്റ്റ് അളവ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ്. 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ടിന്റെ 1/4 ഭാഗം വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. 14 ഇഞ്ചാണ്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യാം. താഴ്ഭാഗത്തുള്ള വിഡ്ത്ത് അത് 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഞാൻ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടില്ല. ആ ഭാഗത്ത് നമുക്ക് ചെറിയൊരു എക്സ്ട്രാ ഫാബ്രിക് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെ നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് അളവും അതുപോലെ തന്നെ വേസ്റ്റിന്റെ അളവും മാത്രമാണ് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ യോജിപ്പിച്ച് വരച്ചിരിക്കുന്നത്. ബോട്ടം ഭാഗം വരച്ചിട്ടില്ല. അത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ ലെങ്ത്തിന്റെ സെന്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെന്റർ മാർക്ക് ചെയ്ത പോയിന്റും അതുപോലെ തന്നെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റും കൂടി ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ കേർവ് ഷേപ്പ് വരയ്ക്കുകയാണ്. ഫ്രഞ്ച് കർവ് ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കൈവച്ച് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് അപ്പെക്സ് പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പെക്സ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിനാണ് കേട്ടോ. അപ്പെക്സ് പോയിന്റിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 10 ഇഞ്ച് ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് 3.75 ഇഞ്ചാണ്. അതായത് എത്രയാണോ വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഡ്ത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടും ഞാൻ സ്ക്രീനിൽ ഇമേജ് കൊടുക്കാം. അതുപോലെ വേണം നിങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ 3.75 ഇഞ്ചാണ്. ഈ 3.75 ഇഞ്ച് ഇതേപോലെ നമ്മുടെ ചെസ്റ്റ് അളവിന്റെ പോർഷനിലും അതുപോലെ തന്നെ ബോട്ടം പോർഷനിലും അപ്പക്സ് പോയിന്റിലെ പോർഷനിലും 3 ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ലൈനും ഇതേപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തിരിക്കുന്ന ചെസ്റ്റ് പോർഷൻ ആണ്. താഴെ രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പെക്സ് പോയിന്റ് ആണ്. മൂന്നാമതായിട്ടിരിക്കുന്നത് വേസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. 3 പോയിന്റും ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആം ഹോളിന്റെ നമ്മളൊരു എൽ ഷേപ്പിൽ വരച്ചല്ലോ, എന്നിട്ട് അവിടെയാണ് നമ്മൾ ആം ഹോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോർണർ കണക്കാക്കിയിട്ട് പ്രിൻസസ് കട്ട് ഷേപ്പ് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളിന്റെ പകുതി എടുത്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. വരച്ചു വെച്ചിരിക്കുന്ന ആം ഹോളിന്റെ അതേ ഷേപ്പ് അനുസരിച്ച് ടേപ്പ് വെച്ചിട്ട് എത്രയാന്നുള്ളതൊന്ന് മെഷർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ 8 ഇഞ്ചാണ് കിട്ടുന്നത്. അതിന്റെ പകുതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് രണ്ട് സൈഡിലേക്കായിട്ട് 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ നേരത്തെ ചെസ്റ്റ് അളവ് വരെ വരച്ചു വെച്ചിരിക്കുന്ന ആ ലൈൻ ഉണ്ടല്ലോ, അത് തമ്മിലൊന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കേർവ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ആ ഒരു പ്രിൻസസ് കട്ട് ഷേപ്പ് ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചരിച്ച് വരച്ചിരിക്കുന്ന ലൈനിൽ അതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ 2 പോയിന്റ് കിട്ടി. 2 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെക്കുക. ഒപ്പം നമ്മൾ ഈ സെന്ററിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു. ആ പോയിന്റും കൂടി ഇതിനോടൊപ്പം തന്നെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ ഈ നേരത്തെ ഈ കേർവ് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റുമായിട്ട് യോജിക്കുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ ഇതേപോലെ ഒരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഈ രണ്ട് സൈഡിലേക്ക് നമ്മൾ എന്തിനാ ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആം ഹോളിന്റെ ഭാഗത്ത് വരുന്ന ചുളിവുകൾ അവോയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. ഇനി താഴ്ഭാഗത്തേക്ക് വരാം.
ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻസസ് കട്ട് ലൈന് സ്ട്രെയിറ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനെ നിർത്തിയിട്ട് ഈ ലൈൻ കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 38 വരെ ബ്രസ്റ്റ് സൈസ് ഉള്ള ആൾക്കാർ 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. എബോവ് 38 ബ്രസ്റ്റ് സൈസ് ഉള്ള ആൾക്കാർ മാത്രം 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു സൈഡിലേക്ക് 1/2 ഇഞ്ചും ഒരു സൈഡിലേക്ക് 1 ഇഞ്ചും ആണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് മതിയെങ്കിൽ ഈ ലൈൻ കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ നേരത്തെ അപ്പെക്സ് പോയിന്റ് മാർക്ക് ചെയ്ത പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വരെ എനിക്ക് വീഡിയോ കിട്ടിയിട്ടുള്ളൂ. ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ബാക്കി വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഒക്കെ കട്ട് ചെയ്ത് പോയതുകൊണ്ട് ബാക്കി വരയ്ക്കാൻ ഒരു നിവൃത്തിയുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ ലൈനിങ്ങിൽ വരച്ചെടുത്തിട്ട് അതിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി ബാക്കി ഭാഗം എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. താഴേന്ന് മുകളിലേക്ക് ഞാനൊരു 1 ഇഞ്ച് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മളെ സീം അലവൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു 1 ഇഞ്ച് ഒരു ലൈൻ അവിടെ കൊടുത്തത് കേട്ടോ. ഇനി ആ ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ 2 ഇഞ്ച് നമ്മൾ നേരത്തെ കേർവ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു ഷേപ്പ് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് അവിടെ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു കേർവ് അവിടെ വരച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഭാഗം കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പൊ അത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാ ഫാബ്രിക് പുറത്തേക്ക് എടുക്കണം. അപ്പൊ ഇതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വരെയുള്ള നമ്മുടെ അളവ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്യാം. അപ്പൊ എനിക്കിവിടെ 3.25 ഇഞ്ചാണ് കിട്ടുന്നത്. ആ അളവ് നമ്മുടെ രണ്ടാമത്തെ അളവിൽ ആ അളവ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എത്രയാണോ ബോട്ടം വിഡ്ത്ത് വേണ്ടത് വെച്ചാൽ ആ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ 9 ഇഞ്ചാണ്, 9 മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേസ്റ്റ് പോയിന്റിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഈ ഒരു 2 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. വേസ്റ്റിന്റെ പോർഷനിലും കുറച്ച് പീസ് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ചെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിന്റെ കൂടെ സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിന്റിന്ന് ഈ ബോട്ടം വിഡ്ത്തിലേക്ക് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കാം. ഇവിടെ നമുക്ക് ഷേപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ചധികം ഫാബ്രിക് സീം അലവൻസ് ആയിട്ട് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജോയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അളവ് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഒരു ഇതിൽ നമ്മൾ ആദ്യം ഒന്ന് ബേസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബേസ് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഈ സെന്ററിൽ ഈ ഡാട്ട് വരുന്ന പോർഷൻസ് ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഈ ആം ഹോളിന്റെ പോർഷനിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മൾ ഈ 1/4 ഇഞ്ചിൽ വരച്ചിരിക്കുന്ന ഈ ലൈൻ പ്രകാരം വേണം ഒരു പീസ് കട്ട് ചെയ്യാൻ. ഓപ്പോസിറ്റ് പീസും ഇതേപോലെ 1/4 ഇഞ്ചിൽ വരച്ചിരിക്കുന്ന അത് പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ അളവ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ മെയിൻ ഫാബ്രിക് നെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് റാൻഡം ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കറക്റ്റ് അളവിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഫുൾ സ്ലീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫുൾ സ്ലീവ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിക്കാം. ബാക്കി വന്നിരിക്കുന്ന ഫാബ്രിക്കിനെ ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 4 ആക്കി മടക്കിയിടുന്ന സമയത്ത് 9.5 ഇഞ്ച് വിഡ്ത്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ലെങ്ത് ആയിട്ട് 27 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇൻക്ലൂഡിങ് സീം അലവൻസോട് കൂടിയിട്ടാണ് ഈ 27 ഇഞ്ച് കിട്ടുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒരു ഫുൾ സ്ലീവിന്റെ ലെങ്ത് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അങ്ങനെ എടുക്കുകയാണ്. അത് റെഡ്യൂസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് മുകളിൽ നേരെ താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേപ്പ് ലെങ്ത് ആയിട്ട്. സാധാരണ നമ്മളൊരു 3/4 സ്ലീവ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ലെങ്ത് മാർക്ക് ചെയ്യില്ല. ഇത് ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ 4 ഇഞ്ചിലേക്ക് നമ്മൾ നോർമൽ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്ന പോലെ ഒന്ന് ആം ഹോൾ കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബോട്ടം വിഡ്ത്ത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് ഈ സീം അലവൻസുകൾ തമ്മിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് ക്യാൻവാസ് പേപ്പറിൽ മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പറിനെ 2 ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് ലെങ്ത്തിൽ ഒരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ചെറിയൊരു കേർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയുള്ള നെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഞാൻ ഈ ഒരു നെക്ക് വരച്ചു എന്നേ ഉള്ളൂ. മുകളിൽ സെന്റർ മിസ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ക്യാൻവാസ് പേപ്പർ അവിടെ വെക്കുന്നുണ്ട്. എക്സ്ട്രാ ഉള്ള ക്യാൻവാസ് പേപ്പർ ഒക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. ഏത് ഫാബ്രിക്കിലാണോ വേണ്ടത് വെച്ചാൽ ആ ഫാബ്രിക്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി ബാക്കിലേക്കും ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് നെക്ക് വരയ്ക്കുന്നത്.
ബാക്കിലും ഇതേപോലെ തന്നെ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തിൽ ഒരു 5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് സെയിം ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ആദ്യം നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസിന്റെ മെയിൻ ഫാബ്രിക് അതിന്റെ അടിയിലായിട്ട് ലൈനിങ് ശ്രദ്ധിക്കുക. മെയിൻ ഫാബ്രിക് അതിന്റെ അടിയിലായിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ലൈനിങ് ആണ് കറക്റ്റ് അളവ്. മെയിൻ ഫാബ്രിക് കുറച്ച് എക്സ്ട്രാ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ സെന്ററിലായിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുക. സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ഡോറിയും കൂടി കൊടുക്കുന്നുണ്ട്. ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഡോറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് പിൻ കുത്തി കൊടുക്കാം. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ 2 ഇഞ്ച് എത്തുന്ന സമയത്ത്, അതായത് ഡോറി വെച്ചിരിക്കുന്ന ഭാഗം എത്തുമ്പോൾ അവിടെ ഒന്നൊരു 3-4 പ്രാവശ്യം ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അത് അവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എന്താണോ അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് എത്തുമ്പോഴും ഇതേപോലെ ഡോറി ഉള്ള ഭാഗത്ത് ഒരു 3-4 പ്രാവശ്യം ലോക്ക് ചെയ്യുക, സ്റ്റിച്ച് നിർത്തുക. ഇനി ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് ഇട്ട് കൊടുക്കുക. ക്യാൻവാസ് പേപ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ക്യാൻവാസ് പേപ്പറിൽ വേണം ഈ ഒരു സ്റ്റിച്ച് കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻവാസ് പേപ്പർ നമ്മുടെ ഈ ലൈനിങ്ങിന്റെ ഫാബ്രിക്കിനോട് ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നല്ല രീതിയിൽ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. ഒപ്പം നമ്മൾ മെയിൻ ഫാബ്രിക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവണം. ലൈനിങ്ങിൽ മാത്രമേ സ്റ്റിച്ച് കൊള്ളാൻ പാടുള്ളൂ. നല്ല രീതിയിൽ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻ ഫാബ്രിക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഫ്രണ്ടിലാണ് പ്രിൻസസ് കട്ട് ഉള്ളത്. അപ്പൊ 3 പീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ സെന്റർ പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക് അതിന്റെ അടിയിലായിട്ട് ലൈനിങ് നേരത്തെ നമ്മൾ ബാക്ക് പീസ് ചെയ്ത പോലെ തന്നെയാണ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെയാണ്. ഇതേപോലെ ക്യാൻവാസ് പേപ്പറിൽ എന്താണോ ഷേപ്പ് വെച്ചാൽ അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് ഇട്ട് കൊടുക്കുക. മറിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിനോട് ചേർത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ലൈനിങ്ങിനോട് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തത് അതേപോലെ നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം. അതല്ലെങ്കിൽ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുക കേട്ടോ. എപ്പോഴും പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നെക്ക് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുളിവ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും തമ്മിൽ ഇതേപോലെ എല്ലാ വശങ്ങളും ഒന്ന് ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം മെയിൻ ഫാബ്രിക് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കറക്റ്റ് അളവ് പ്രകാരം എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലേക്ക് വരുന്ന ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും വെച്ചിട്ട് സൈഡ് വശങ്ങളൊക്കെ റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഉള്ള ഫാബ്രിക് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സെന്റർ പീസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സൈഡിലുള്ള പീസ് എടുക്കുന്നുണ്ട്. മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സൈഡിലുള്ള പീസിന്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ആം ഹോളിന്റെ പോർഷനിൽ നമ്മൾ ഇതേപോലെ പ്രിൻസസ് കട്ട് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ പ്രിൻസസ് കട്ടിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് മെല്ലെ മെല്ലെ സമയം എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു കാരണവശാലും 2 ഫാബ്രിക്കും വലിച്ചു പിടിച്ച് ആ ഫാബ്രിക്കിന്റെ അലൈൻമെന്റ് ഒന്നും തെറ്റിക്കരുത്. വളരെ ഫ്രീ ആയിട്ട് ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ അത് വളരെ ഫ്രീ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കും കൂടി ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഷോൾഡറും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സിബ് കൊടുക്കുന്ന ഭാഗത്ത് സ്ലീവിന്റെ പോർഷനിൽ സ്റ്റിച്ച് വന്നിട്ട് ആം ഹോൾ കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ബാക്കി പോർഷൻ ഫ്രീ ആയി വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ എങ്ങനെയാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് കൊടുക്കുക എന്നുള്ളത് പറയാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതും താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതും ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാത്ത എന്താ വെച്ചാൽ അതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇതിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് കാണിക്കാം. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പിൽ എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് സ്ലീവ് ഉണ്ട്. സ്ലീവിന്റെ താഴ്ഭാഗം മുതൽക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ആം ഹോൾ കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് വരെ ആ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് നേരെ താഴേക്ക് നമ്മളെ കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ വരേണ്ടത് വെച്ചാൽ ആ ഷേപ്പ് ഇതേപോലെ മെയിൻ ഫാബ്രിക്കിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി സിബ് എടുക്കുക. സിബ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എനിക്ക് കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല, ബ്ലാക്ക് കളറാണ്. പിന്നെ ഇത് ഇൻവിസിബിൾ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സിബ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക.
ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. പല്ല് വരുന്ന ഭാഗം ഉള്ളിലേക്കും നമുക്ക് തയ്ക്കാനുള്ള ഭാഗം നമ്മുടെ സീം അലവൻസ് വരുന്ന പോർഷനിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ലൈനിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം റാൻഡം ആയിട്ടൊന്ന് സിബിനെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ട്, അതായത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ചിനെ നിർത്തുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുക്കണം. കാരണം ഓൾറെഡി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തതാണ്. നമ്മൾ ഈ സിബ് കറക്റ്റ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സിബിന്റെ ഹെഡ് പോർഷൻ എടുക്കാൻ കഴിയില്ല, പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുക്കാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 1/2 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സിബിന്റെ സീം വരുന്ന പോർഷനിൽ വളരെ റാൻഡം ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ആ സിബിനെ അവിടെ ഒന്ന് ഉറപ്പിച്ച് നിർത്തിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സിബ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈഗിൾ ഫോട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സ്റ്റിച്ച് ഈ സിബിന്റെ വായ്ഭാഗം, അതായത് ഈ പല്ല് വരുന്ന പോർഷൻ മാക്സിമം വിടർത്തി കൊടുത്തിട്ട്, അതായത് മാക്സിമം അടിയിലൂടെ നമുക്ക് സ്റ്റിച്ച് കിട്ടുന്ന രീതിയിൽ, അതായത് ആ പല്ല് വരുന്ന പോർഷന്റെ അത്രയും അടുപ്പിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കൈ ശ്രദ്ധിക്കുക, ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും സൂചി കയറാൻ പാടില്ല. വളരെ സമയമെടുത്ത് മെല്ലെ പതിയെ ചെയ്യാട്ടോ. ഈ സ്റ്റിച്ചും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ പുറത്തേക്ക് വെച്ചിരിക്കുന്ന ഭാഗം ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്യാം. അതല്ല ഒരുപാടില്ലെങ്കിൽ ഇതേപോലെ ഉള്ളോട്ടേക്ക് ഒന്ന് വെച്ചതിന് ശേഷം ഈ സീം അലവൻസും ഒന്ന് ഉള്ളോട്ടാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക. മുഴുവനായിട്ട് പതിച്ചടിക്കരുത്, ആ എൻഡ് വരുന്ന ഭാഗം മാത്രം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. പല്ല് വരുന്ന ഭാഗം ഉള്ളോട്ടും സീം വരുന്ന ഭാഗം സീം അലവൻസിന്റെ ഭാഗത്തും വരുന്ന രീതിയിൽ വേണം സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ഇതേപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അപ്പൊ സിബ് ഓൾറെഡി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ സിബിന്റെ ഹെഡ് പോർഷൻ, അതായത് തലഭാഗം പുറത്തേക്കാണ് ഇരിക്കുന്നത്, അതിനെ നമുക്ക് ഇനി ഉള്ളിലേക്ക് എടുക്കണം. അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് രണ്ട് സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ വേണം നമ്മൾ ഇതിന്റെ തലഭാഗം, സിബിന്റെ മെയിൻ പോർഷൻ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ വേണം അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് സിബ് ഇട്ട് നോക്കാം. ഞാനിവിടെ സിബ് ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഞാൻ എടുത്തത് ബ്ലാക്ക് കളറിലുള്ള സിബാണ്. ഒട്ടും അറിയുന്നില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുറത്തേക്ക് ഇരിക്കുന്ന സിബ് കുറച്ച് പോർഷൻ അവിടെ വെച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. ഇനി ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതൊരു ഗ്യാപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഈ സിബിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സിബ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൈഡിൽ ഇൻവിസിബിൾ സിബ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ബ്ലാക്ക് കളറിലുള്ള സിബാണ് എടുത്തത്. ഒട്ടും പുറത്തേക്ക് കാണുന്നില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് ആയിരുന്നു. ഫുൾ സ്ലീവ് ആണ് നമ്മൾ കൊടുത്തത്, ഒപ്പം സിബും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.